അത് അയ്യോ ആന ഓടിക്കോ അയ്യോ എടാ കപ്പ എന്താ ആടാ കപ്പ അളച്ചു ഉപ്പായിക്കോളൂ ഇതിപ്പേ ആവും മുഖത്തോട്ട് അടിക്കുന്നുണ്ടോ? അങ്ങോട്ട് മാറിയിരുന്നാണ്. ഏയ് കുഴപ്പമില്ല. ഓ ഇല കിട്ടിയത് നന്നായി. ഇതേ കപ്പ എങ്ങനെ കഴിച്ചേനെ? ഓ ഇവിടെ ഇത്ര മരം നിൽക്കുമ്പോഴാ ഇലക്ക് ക്ഷാമം. നീ ആ മീൻ ഈ ഇലയിലേക്ക് വെച്ചേ, നമുക്ക് തന്നെ മസാല വെച്ചിട്ട് അത് ചുട്ടെടുക്കാം. ആ ഇനി അതിവിടെ വെച്ചിട്ടേ നീ ഇതെടുക്ക്. ഇതങ്ങോട്ട് പിടിക്കണില്ലല്ലോടാ. എടാ വെളിച്ചെണ്ണ നന്നായി മിക്സ് ചെയ്യണേ. ശരിക്കും പുറത്തൊക്കെ പുരട്ടടാ. വെക്കാറായോ? ഉള്ളിലേക്ക് തേക്കടാ. എടാ പാച്ചേ, നീ ചിക്കൻ ഇന്നെല്ലാം ഗ്രില്ല് ചെയ്ത് എടുക്കുവോ? ഒന്ന് പോയടാ, നിന്റെ മീനാവുന്നതിന് മുമ്പേ ഈ ചിക്കൻ ആവും. ആ പീസുണ്ട്. ഗ്ലാസ് എടുത്ത് വെച്ചേടാ. ബ്രാൻഡി വേണോ വിസ്കി വേണോ? നീ ഏതെങ്കിലും എടുക്ക്, എന്തായാലും നമുക്ക് ഗ്രില്ല് ചെയ്ത് എങ്ങനെ ഉണ്ടാവുമോ? നീ തിരുമ്പി കളിക്കാതെ കുപ്പി അവൻ്റെ എടാ ഒന്ന് ഒഴിയടാ. പരിപാടി തുടങ്ങിയോ? എടാ ഒരു ഗ്ലാസ് ഗൗരിക്കും വെച്ചേ. അതെടുത്തോ. ആ നീ അവിടേക്ക് വെച്ചോ, ഗൗരിക്കും കൂടി വെച്ചോ. അവൻ കഴിക്കട്ടെ. നോക്കി വെച്ചോ. മോളെ ശരി. നീ എന്നെ ഇങ്ങനെ നാണിച്ചിരിക്കുന്ന ഒരെണ്ണം എടുത്തങ്ങ് അടിക്കി. എന്നാ പിടി. എടി അവനൊന്നും പറയത്തില്ല, നീ കുടിച്ചോ. ആ പോട്ടേട്. എടാ ആ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് കൊള്ളാലോടെ, അടിപൊളി. കണ്ടോ? എടാ നീ ഒറ്റ വലിക്ക് തീർത്താ. എടാ ഇതൊക്കെ പറഞ്ഞ ഒരൊറ്റ വലിക്ക് തീർക്കേണ്ട സാധനമാണ്, അല്ലാണ്ട് ഇതേപോലെ മണപ്പിച്ചോണ്ട് വെക്കാനുള്ള സാധനമല്ല. എൻ്റെ അടുത്ത് ഒരാഴ്ച ട്രെയിനിങ് നിന്നാൽ ആക്കി തരാം. എടാ ഇതിനൊക്കെ ട്രെയിനിങ്. ആ മസാല എടാ താൻ കുടിക്കണോ, താൻ ഒറ്റ വലിക്ക് കുടിക്കണോ പറ്റുമെങ്കിൽ. ഇനിയിപ്പോ ഞാൻ ഫിറ്റായി കഴിഞ്ഞ എന്തൊക്കെ വിളിച്ചു പറയൂ. റോബിന് ഓ ഫോട്ടോ ഇപ്പഴാ. ഇത് തിന്നുന്നതിൻ്റെ ഇടയിൽ അവളുടെ ഫോട്ടോ. എടാ ഇത് പിടിക്കട്ടെ. എടാ നീ എനിക്ക് പോകുന്നു വേണ്ട, കൊടുത്തിട്ട് വരടാ. പക്ഷേ ഞാനിത് ചോദിച്ചോട്ടെ. ഓഹോ തിന്നെ പാടി. എടാ ഇപ്പൊ വരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതാണോ നീ പറഞ്ഞ ദുബായ് സ്പെഷ്യൽ മസാല? ഇതൊക്കെ എവിടെയും കിട്ടുമല്ലേ? നല്ല വൈബല്ലളിയ. എന്താണ് അവിടെ? എടാ
പാച്ചു നമ്മുടെ ഈ സംഭവം നടന്ന ഏരിയയിൽ 2 ദിവസമായി ഒരു ഗ്യാങ് കറങ്ങി നടക്കുന്നത് കണ്ടതായി ഒരു കക്ഷി പറഞ്ഞിട്ടുണ്ട്. ആ സാർ, ആ വിളിപ്പിക്കാൻ വേണ്ടി വണ്ടി വിട്ടിട്ടുണ്ട്. ശരി മേഡം, ഞാൻ വിളിക്കാം. ശരി. ഇതാണ് സാറേ ആ ചായക്കടക്കാരൻ. ആ അന്ന് ആരൊക്കെയാ കടയിൽ വന്നത്? ഒരു 3 ആമ്പിള്ളേരും ഒരു പെങ്കച്ചും കൂടിയാ വന്നത്. ചോദിച്ചപ്പോ വായക്കമ്പയ്ക്കാണെന്നാ പറഞ്ഞത്. വായക്കമ്പ? ആ. അന്ന് നടന്നതൊന്ന് ശരിക്കും ഓർത്ത് പറയോ? അതെ, നമുക്കിവിടുന്നൊരു ചായ ഇങ്ങോട്ട് കാച്ചിയാലോ? അത് നല്ല ആ, എല്ലാവരും ഇറങ്ങിക്കോ. ചേട്ടാ ഒരു 4 ചായ. ഓ തരാലോ. പാടി. ചേട്ടാ ഈ വായക്കമ്പയിലേക്ക് എത്ര ദൂരമുണ്ട്? ഏതാണ്ടൊരു 3 കിലോമീറ്റർ വരും. എടാ, കടി എന്തേലും പറയാം. ഇതൊക്കെ എവിടുന്ന്? നല്ല കയറ്റവാ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ആ, ഞങ്ങള് ട്രിവാൻഡ്രം, എറണാകുളം അങ്ങനെയൊക്കെ. അവിടെ ആരെ കാണാൻ പോവാ? അവിടെയാ, അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുധീഷ് എന്ന് പറയും. വീട്ടുപേരോ? വീട്ടുപേര് എന്തോ ഒരു പറമ്പിലാ. ആ, താഴെ പറമ്പിൽ. ഓ അറിയാം അറിയാം, താഴെപ്പറമ്പിലല്ലേ? ആ, ഇങ്ങോട്ട് ആദ്യമായിട്ടാണോ? ഓ, ആദ്യമായിട്ടാ. ആ, നല്ല ചൂട് അപ്പവും മുട്ടക്കറിയുണ്ട്. എടുക്കട്ടെ? അതെന്നാ അറിയോ ചേട്ടാ, നമ്മുടെ ഫ്രണ്ട് അവിടെ കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. പുള്ളിക്കാരനെ പിടിച്ചില്ല. അന്ന് കടയിൽ നല്ല അപ്പവും മുട്ടക്കറിയും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ഇത് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവര് പറയല്ലേ, അവര് ചെല്ലുന്നിടത്ത് കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടുന്ന് കഴിച്ചോളാന്ന്. ഓ സാർ, നമ്മുടെ മണിച്ചേട്ടന്റെ കടയിൽ കപ്പയും ബീഫും കിട്ടും സാർ. ഒരു പാർസൽ വാങ്ങിക്കോ. അപ്പൊ അപ്പം മുട്ടക്കറി അത് നാളെയും കഴിക്കാലോ. ഓഹോ, അതിന് താനത്തോട് ചിരിക്കുന്ന? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. ആ, എന്നിട്ട് കപ്പയും ബീഫും കഴിച്ചിട്ട് അവര് ചായ കുടിച്ചിട്ട് പോയി. തന്റെ കടയിൽ നിന്ന് ചായയും കുടിച്ച് പോയി എന്ന് പറയാനോ തന്നെ കൊണ്ട് കെട്ടിയെടുത്തത്? എടോ, ആ സമയത്ത് ആരൊക്കെ ഉണ്ടായെന്ന് പറ. അത് ചേട്ടാ എത്രയായി? 40. ഇതുകൂടി ഇരിക്കട്ടെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്.
ഇത് കിഴിഞ്ഞതാണേ. മലയോരായി വന്നതിന് ശേഷം പലയിടത്തും ആൾക്കാരും കൊണ്ട് എത്തുന്നുണ്ടല്ലേ. നല്ല റോഡല്ലേ ഇപ്പോൾ. ഒരു ദിവസം കിട്ടിയ ആൾക്കാർ ഇങ്ങ് പോരും. പിന്നെ പുഴ ചാട്ടമായി ആർക്കറിയാവുമാരെ എന്തായിട്ടും. എടാ ഓവേ, 2-3 ചെക്കന്മാരെ ഒരു പെണ്ണിനെയും കൊണ്ട് വായിക്കമ്പയ്ക്കാന്നും പറഞ്ഞ് പോന്നിട്ടുണ്ട്. ഒന്ന് നോയിക്കോട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സാറേ, നാട്ടിൽ ഇന്ന് ചതയഘോഷയാത്രയുണ്ട്. എന്നാ ഞാനങ്ങോട്ട്. അപ്പോൾ നിങ്ങളെ വിളിപ്പിക്കും. വിളിച്ചാൽ വന്നേക്കണം. ആയിക്കോട്ടെ സാറേ, അതിനെന്താ. ആ സുധീഷിന്റെ വീടല്ലേ ഇത്? അതെ സാർ. തന്റെ പേരെന്താ? പാപ്പി. ഇവിടെ വേറെ ആരും ഇല്ല. സുധീഷിന്റെ അമ്മ ഉണ്ടായിരുന്നു, വീട്ടിൽ പോയല്ലോ. സുധീഷ് എവിടെയാണെന്ന് തനിക്കറിയില്ല? അറിയില്ല സാർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം സാർ. എന്നാ വേഗം പോയി ഷർട്ട് ഇട്ടിട്ട് വാ. സ്റ്റേഷനിൽ പോയി ബാക്കി എല്ലാ കാര്യവും സംസാരിക്കാം. പോയിട്ട് വാടോ. SI സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കും പെട്ടെന്ന്. ഹലോ സാർ, പാപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ. ആ സാറേ, അയാളെ ഞങ്ങൾ കൂട്ടിയിട്ട് വരുന്നുണ്ട്. എന്താ സാറേ പ്രശ്നം? ശരി സാർ. ഇല്ല, SI സാറിന് എന്തോ ചോദിക്കാനാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാ.